ഏതൊരു തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ പൊടിമുട്ട. സംസാരം ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയും രുചികരവുമായ പൊടിമുട്ട. ഇതിനായിട്ട് ആദ്യം ഒരു പൊടി തയ്യാറാക്കണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊടി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു 1.5 സ്പൂണ് കടലപ്പരിപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും അതിനകത്ത് ഇടാം. ഒരു 1-1.5 സ്പൂൺ മല്ലി, പച്ചമല്ലി, ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് ഉഴുന്ന്, ഒരു 1/2 സ്പൂണ് നല്ല ജീരകം, ഒരു 1/2 സ്പൂണ് വേണ്ട ഉലുവ. ഇനി നമുക്ക് ഇടാനുള്ളത് ഇതാ എള്ള്. 1 സ്പൂണ് കറുത്ത എള്ളായാലും മതി, വെള്ള എള്ളായാലും മതി. വെളുത്ത എള്ളാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചുമക്കട്ടെ. ഇതിൽ ഒരു 4-5 മുഴുവൻ മുളക് 2ആയിട്ട് ഒടിച്ച് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എല്ലാം ഒരേ ഇതിൽ ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ഗുണപ്രദമായിട്ടുള്ള കറിവേപ്പിലയാണ്. ഇനി അതോടൊപ്പം തന്നെ വളരെ ഗുണമുള്ള മറ്റൊരു സാധനമാണ് മുരിങ്ങയുടെ ഇല. നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് നമ്മൾ വാട്ടിയെടുക്കേണ്ടത്. അപ്പോഴേ ഇത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. വലിയ തീയിലിട്ടാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അതിൽ തന്നെ കുറച്ച് സമയം വെച്ചിരിക്കാം. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നു കൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് പൊടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ വറുത്ത് തണുക്കാൻ വെച്ചിരുന്ന ഈ പൊടിവകങ്ങളെല്ലാം ഈ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വറുത്തെടുത്ത കറിവേപ്പിലയും മുരിങ്ങ ഇലയും കൂടി അതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിടുന്നത് കാണിച്ചിട്ടില്ല, പക്ഷേ അത് പൊടിക്കാൻ കൊണ്ടുപോയപ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് ഞങ്ങൾ പൊടിച്ചത്. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ചൂടായി ഉണ്ണി മേളിൽ വരത്തക്ക വിധത്തിൽ നമുക്ക് ഈ മുട്ട പിറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ പുറത്തുകൂടി നമുക്ക് ഈ പൊടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ പൊടി നമുക്ക് കുറേ ദിവസം ഇരിക്കും. അകത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ അല്പ ദിവസം കൂടി ഇരിക്കും. അല്ല, പുറത്ത് ഇരുന്നിരുന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. 8-10 ദിവസമൊക്കെ ഇരിക്കും. അതിൽ അല്പം കൂടിപ്പോയി, അതുകൊണ്ടാണ് എൻ്റെ മേളിൽ നിന്നെടുത്ത്. കൂടിപ്പോയാൽ ഒന്നുമില്ല, ഒരു ദോഷമുള്ളതല്ല. എന്നിരുന്നാലും കൂടിപ്പോകുമ്പോഴത്തേക്കും മറിച്ചിടുമ്പോഴൊക്കെ വെറുതെ
എണ്ണയിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നത്. എല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം. കഴിയുന്നതും നമ്മൾ ഉണ്ണി ഇളകാത്ത വിധം പതുക്കെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഉണ്ണി ഇളകുമ്പോഴത്തേക്കും ശരിക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്കതുപോലെ മറിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഉണ്ണി ഇളകാത്ത വിധത്തിൽ ഒരു നൂല് വെച്ചോ വല്ലതും ഇങ്ങനെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളങ്ങനെ സൂക്ഷിച്ചാൽ കുറച്ച് ഭംഗിയായിട്ട് നല്ല രീതിയിലും വരും. ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല. നന്നായിരിക്കും കാണാനും കഴിക്കാനും എല്ലാവർക്കും. ഇത് റെഡിയായിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പൊടിമുട്ട റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങളോട് കൂട്ടിച്ചേർക്കണമെന്നോ കുറയ്ക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം. അത് ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം വരുത്തി ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുമല്ലോ.